കൊല്ലം മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരിയെ കാർ കയറ്റി കൊലപ്പെടുത്തിയ കേസിൽ പ്രതി അജ്മലുമായുള്ള തെളിവെടുപ്പ് തുടരുന്നു. തെളിവെടുപ്പിനിടെ പ്രതിക്കെതിരെ വൻ ജനരോക്ഷമാണ് ഉടലെടുത്തത്. ആനൂർക്കാവിൽ ബന്ധുക്കളും ജനങ്ങളും തടിച്ചുകൂടി. പ്രതിയെ പുറത്തിറക്കാനും സാധിച്ചില്ല. കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേർന്നുണ്ട്. പ്രശാന്ത്, പ്രതിയുമായുള്ള തെളിവെടുപ്പിൽ ഒരു പ്രതിസന്ധി നിലനിൽക്കുകയാണ്. എന്താണ് മറ്റു വിവരങ്ങൾ? വിഷ്ണു, ശക്തമായ പ്രതിഷേധമാണ് തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉണ്ടായത്. ആനൂർക്കാവിൽ 2 തവണ തെളിവെടുപ്പിന് അജ്മലിനെ കൊണ്ടുവന്നു. ആ തെളിവെടുപ്പിന് കൊണ്ടുവന്ന സമയത്തെല്ലാം ബന്ധുക്കളും അതുപോലെ തന്നെ നാട്ടുകാരും എല്ലാം ശക്തമായി പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ പ്രതിയെ പുറത്തേക്ക് ഇറക്കുവാൻ, അതായത് അജ്മലിനെ പുറത്തേക്ക് വാഹനത്തിൽ നിന്നും പോലീസ് വാഹനത്തിൽ നിന്നും പുറത്തേക്ക് ഇറക്കുവാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായി. അത്തരത്തിൽ വലിയൊരു ജനാവലി ഇവിടെ തടിച്ചുകൂടുകയും ഈ അപകടം നടന്ന സ്ഥലത്ത് വലിയൊരു ജനാവലി തടിച്ചുകൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുപോലെ തന്നെ ഈ മരണപ്പെട്ട കുഞ്ഞുമോളുടെ കുടുംബാംഗങ്ങളും അതുപോലെ തന്നെ മക്കളും അടക്കം ഇവിടേക്ക് വരികയും ചെയ്തു. അതുപോലെ തന്നെ വലിയ പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തുണ്ടായി. ഈ പ്രദേശവാസികളുടെയും നാട്ടുകാരുടെയും ഭാഗത്തു നിന്നെല്ലാം വലിയ പ്രതിഷേധമുണ്ടായി. പുറത്തേക്ക് ഇറങ്ങിയാൽ സംഘർഷാവസ്ഥ ഉണ്ടാകുമെന്ന നിലയിലേക്ക് വരെ ഒരുപക്ഷെ എത്തിച്ചേരുന്ന സാഹചര്യം ഉണ്ടായി. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ചില ആളുകൾ പ്രകോപിതരായി പോലീസ് വാഹനത്തിലേക്ക് അടിക്കുന്ന സാഹചര്യമുണ്ടായി, ഗ്ലാസിലേക്ക് അടിക്കുന്ന സാഹചര്യമുണ്ടായി. ഒരു പക്ഷേ പുറത്തേക്ക് ഇറക്കിയാൽ പ്രതിക്ക് മർദ്ദനമേൽക്കും, അല്ലെങ്കിൽ മർദ്ദനമേൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. വലിയ പ്രതിഷേധം, ശക്തമായ പ്രതിഷേധം എന്ന് പറയുന്നത് ജനങ്ങളുടെ ഭാഗത്തുനിന്നൊരു ജനരോഷം ഇരമ്പുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. വളരെ പ്രതിഷേധത്തിലേക്ക് എത്തപ്പെടുന്ന സാഹചര്യമുണ്ടായി. പല സ്ഥലങ്ങളിലായി തെളിവെടുപ്പിനും കൊണ്ടുവന്നു. ആദ്യം എത്തിച്ചത് ഇവർ മദ്യപിച്ചിരുന്നു എന്ന് പറയുന്ന സ്ഥലത്താണ്. പറയർകാവ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ആദ്യം തെളിവെടുപ്പിനായി എത്തിക്കുന്നത്. അതിനുശേഷം പിന്നീട് ഈ ആനൂർക്കാവിലേക്ക് കൊണ്ടുവന്നു. ആനൂർക്കാവിലേക്ക് എത്തിയപ്പോഴേക്കും ആനൂർക്കാവിലാണ് അപകടം നടന്നത്. ആനൂർക്കാവിലേക്ക് എത്തിയപ്പോഴും വലിയൊരു ജനാവലി ഈ റോഡിൽ നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. റോഡിന് ഇരുവശവും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പുറത്തേക്ക് ഇറക്കാൻ കഴിയാത്ത വിധം പ്രതിഷേധം ഇരമ്പുകയും ചെയ്തു. തുടർന്ന് പോലീസ് അവിടെ നിന്നും ഈ വാഹനം വാങ്ങിയ ശോഭ എന്ന് പറയുന്ന ആ സ്ത്രീയുടെ വീട്ടിലേക്ക് പോയി. അവിടെ നിന്ന് പിന്നീടാണ് ഇവർ താമസിച്ചിരുന്നു എന്ന് പറയുന്ന ഒരു ഹോട്ടൽ കരുനാഗപ്പള്ളിയിലുണ്ട്. അവിടേക്കും തെളിവെടുപ്പിനെ പോയി. ഈ സ്ഥലങ്ങളിലെല്ലാം തെളിവെടുപ്പിന് ശേഷമാണ് വീണ്ടും പിന്നീട് രണ്ടാമതൊരു തവണ കൂടി ആനൂർക്കാവിലേക്ക് പോലീസും സംഘവും എത്തിയത്. ആനൂർക്കാവിലേക്ക് രണ്ടാമതെത്തുമ്പോഴും ഇവിടേക്ക് പ്രതിഷേധം ശക്തമാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. രണ്ടാമതും ഈ തെളിവെടുപ്പിനായി അജ്മലിനെ കൊണ്ടുവരുന്നതെന്ന് അറിഞ്ഞ് ജനങ്ങളും അതുപോലെ തന്നെ ബന്ധുക്കളും അടക്കം ഇവിടേക്ക് വീണ്ടും എത്തുന്ന സാഹചര്യമുണ്ടായി. ഈ സ്ഥലത്ത് നിലവിലും ജനങ്ങൾ തടിച്ചുകൂടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. നിരവധി ആളുകൾ ഈ പ്രദേശത്ത് തങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇനിയും ചിലപ്പോൾ തെളിവെടുപ്പിന് സാധ്യതയുണ്ട് എന്നതിരിക്കുന്നതിനാൽ കൂടുതൽ ആളുകളും സ്ഥലത്തുണ്ട്. എന്നാൽ അതായത് ജനങ്ങളെ നിയന്ത്രിക്കാൻ തന്നെ പ്രദേശവാസികളും, അതായത് പോലീസിന് തെളിവെടുപ്പിന് സൗകര്യം ഒരുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിയന്ത്രിക്കാനുള്ള ഒരു സൗകര്യവും ഒരുക്കി കൊടുക്കുന്നുണ്ട്. അതായത് പ്രകോപിതരാകരുത് എന്ന് ജനങ്ങളോട് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇനി ഒരുപക്ഷെ ഒരിക്കൽ കൂടി തെളിവെടുപ്പ് നടക്കുകയാണെങ്കിൽ അതിന് പ്രതിയെ പുറത്തിറക്കി തെളിവെടുപ്പ് നടത്തുവാനുള്ള സൗകര്യം പോലീസിന് ഒരുക്കി കൊടുക്കണമെന്നും പറയുന്നുണ്ട്. എന്തായാലും വലിയ ഒരു സംഘർഷാവസ്ഥയിലേക്ക് എത്തിച്ചേർന്നില്ലെങ്കിൽ പോലും പ്രതിഷേധം ശക്തമായി ഇരമ്പുന്ന സാഹചര്യമുണ്ടായിരുന്നു. പോലീസ് വാഹനത്തിലേക്ക് ആളുകൾ അടിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അവരുടെ പ്രതിഷേധം അറിയിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. എന്തായാലും സ്ഥലത്ത് തെളിവെടുപ്പിന് ശേഷം പോലീസ് അല്പം മാറി പുറപ്പെടുകയാണ്. ഈ ആനൂർക്കാവിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. തുടർന്നും ഇനിയും തെളിവെടുപ്പിന് വരാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. വിഷ്ണു. യെസ്, പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്.